ഇപ്പോൾ നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതി ചെന്താമരയെ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ തത്സമയം കാണുന്നത്. നെന്മാറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. കാരണം ഇപ്പോഴും പ്രതികാര ചിന്ത ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു അസാമാന്യ വില്ലനാണ് ഈ ചെന്താമര എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം അയാൾക്ക് ഒരാളെ കൂടി കൊലപ്പെടുത്താൻ കഴിയാത്ത നിരാശയിലാണ് ആ പാവം മനുഷ്യൻ ഇപ്പോഴും ജീവിക്കുന്നത്. അല്പനിമിഷങ്ങൾക്കകം നമ്മുടെ പ്രതിനിധി ചേരും. പ്രിയപ്പെട്ട പ്രേക്ഷകർ, കനത്ത പോലീസ് സുരക്ഷയിലാണ് തെളിവെടുപ്പ് നടത്തുന്നത്. നിഖിൽ പ്രമേഷ് തത്സമയം ചേരുന്നു. നിഖിൽ, യഥാർത്ഥത്തിൽ പോലീസിനും നല്ല പേടിയുണ്ട് ഇയാളെ പുറത്തിറക്കാൻ. കാര്യം നാട്ടുകാർ അത്ര ആവേശത്തിലാണ്. കാരണം ഒരു രാത്രി കൊണ്ടും ഒരു പകൽ കൊണ്ടും രണ്ടുപേരുടെ ജീവനെടുത്തു. നേരത്തെ ഒരാളുടെ ജീവനെടുത്തു. ഇനിയും കലി തീർന്നിട്ടില്ല. തീർച്ചയായിട്ടും സ്കേൻ, പ്രതിയെ പുറത്തേക്ക് ഇറക്കുമ്പോഴൊക്കെ പോലീസിന് ആ ആശങ്കയുണ്ട്. കാരണം എവിടെയെങ്കിലുമൊക്കെ ആളുകളുടെ പ്രതിഷേധം പോലീസ് സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ 400-ൽ പരം പോലീസുകാരെ വിന്യസിച്ചുകൊണ്ട് സുരക്ഷ ഉറപ്പാക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴിതാ പ്രതിയെ ഈ ആലത്തൂരിലെ DYSPയുടെ കാര്യാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴും അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള മുഖഭാവത്തുള്ള വ്യത്യാസവുമില്ല. അദ്ദേഹത്തെ ഇപ്പോൾ ഈ പ്രതിയെ എലവഞ്ചേരിയിലെ ഇയാൾ ആയുധം വാങ്ങിയ ഇടത്തേക്ക്, അതായത് ഒരു പുതിയ കൊടുവാളാണ് ഈ കൊലപാതകത്തിന് വേണ്ടി പ്രതി ഉപയോഗിച്ചിരുന്നത്, ആ സ്ഥലത്തേക്കാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. പ്രതിയെ അവിടേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. ഇന്ന് ഉച്ചയ്ക്ക് 3 മണി വരെ മാത്രമാണ് പ്രതി കസ്റ്റഡിയിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിനു മുൻപായി തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനു മുൻപായിട്ട് ഈ പ്രതിയെ അവിടെ എത്തിച്ച് ആയുധം വാങ്ങിയത്, മറ്റേതെങ്കിലും ആയുധങ്ങൾ വാങ്ങിയിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കേണ്ടത്. വളരെ വേഗത്തിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് പോലീസ് അന്വേഷണ സംഘം ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്. ചെന്താമരയെ തെളിവെടുപ്പിനായി പോലീസ് കൊണ്ടുപോകുന്ന വാർത്തയാണ് നിങ്ങൾ കണ്ടത്.